നിങ്ങൾ വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നവരാണോ? അതോ ഉഗ്രരൂപികളായ കാളി, കാലഭൈരവൻ, മാ കാമാഖ്യ, മാ ബഗ്ലാമുഖി, വരാഹി ദേവി എന്നിങ്ങനെയുള്ള ശക്തികളെ നിങ്ങൾ സാധന ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത്രയും പവർഫുൾ ആയ എനർജിയെ ലൈഫിലേക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിനുള്ള സ്പേസ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിന് നിങ്ങൾ എന്തൊക്കെ ഉപേക്ഷിക്കുവാൻ തയ്യാറാണ് എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പാർട്ടി ഉപേക്ഷിക്കാൻ തയ്യാറാണോ? അതോ ലൈഫ് സ്റ്റൈൽ മാറ്റുവാൻ തയ്യാറാണോ? അതോ നിങ്ങളുടെ ഈഗോയെ ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണോ? യഥാർത്ഥത്തിൽ ഈ ദേവികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ വീടും നിങ്ങളുടെ ലൈഫും ഒക്കെ തന്നെ റീഅറേഞ്ച് ചെയ്യും. നിങ്ങളുടെ ലൈഫിനെ മൊത്തത്തിൽ അടിമുടി ഒന്ന് ഷേക്ക് ചെയ്യുന്ന അത്രയും ശക്തിയുള്ള പവർഫുൾ ആയിട്ടുള്ള ദൈവങ്ങളാണ് ഇതൊക്കെ. നിങ്ങൾ എന്തൊക്കെ ഗീവ് അപ്പ് ചെയ്യാൻ തയ്യാറാണ് ഈ എനർജിയെ സ്വീകരിക്കാനായിട്ട്? അടുത്ത ക്വസ്റ്റ്യൻ, ഈ എനർജി നിങ്ങളുടെ ലൈഫിൽ എന്താണ് കൊണ്ടുവരുന്നത്? ലൈഫിൽ എന്താണ് കൊണ്ടുവരുന്നത് എന്നൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഉഗ്രരൂപികളായ ദൈവങ്ങളാണ് അല്ലെങ്കിൽ എനർജികളാണ്. ഏതൊരു ഉഗ്രരൂപിയായ എനർജിയും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാലും വന്ന ഉടനെ തന്നെ ലൈഫിലെ നെഗറ്റീവായ എല്ലാത്തിനെയും ഡിസ്ട്രോ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ റെഡിയാണോ ഈ കയോസ്, ഈ സ്പിരിച്വൽ റൊട്ടീൻസിനൊക്കെ വേണ്ടിയിട്ട്? ഈ സ്പിരിച്വൽ റൊട്ടീൻസ് തുടങ്ങുമ്പോൾ തന്നെ ഇതിൽ ഉഗ്രരൂപിയായ എനർജിയുടെ പൂജയാണ് ചെയ്യുന്നത്. നമ്മളുടെ ലൈഫിൽ ഇഷ്യൂസ് കൂടി വരും. പണ്ട് മൂന്ന് പ്രോബ്ലംസ് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 300 മാറും. നമുക്കിതൊരു ഉൾട്ടായ എഫക്റ്റ് അല്ലെങ്കിൽ അതൊരു തിരിച്ചടി പോലെയാണ് തോന്നുന്നത്. പക്ഷെ ആദ്യം ഈ പ്രശ്നങ്ങളൊക്കെ വരും. അതിനുശേഷം അതൊക്കെ മറികടക്കുന്നവന് മാത്രമേ നല്ല ഒരു ലൈഫിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. മിക്കവാറും എല്ലാവരും ഒന്ന് ചെറുതായിട്ടൊന്ന് ഷെയ്ക്ക് ആവുമ്പോഴത്തേക്ക് തന്നെ, ചെറിയ പ്രശ്നങ്ങൾ വന്നു തുടങ്ങുമ്പോൾ തന്നെ പൂജയും നിർത്തി, പ്രാർത്ഥനയും നിർത്തി, എല്ലാം കെട്ടിയും പടക്കുകയും വെച്ചിട്ട് അവർ മടുത്ത് ഗീവപ്പ് ചെയ്തു പോകും. നിങ്ങളുടെ ലൈഫ് അപ്സൈഡ് ഡൗൺ ആയി ഷെയ്ക്ക് ചെയ്തുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പ്രിയപ്പെട്ടവരൊക്കെ നിങ്ങളിൽ നിന്ന് അകന്നു പോകും. പെട്ടെന്ന് നിങ്ങളുടെ ഒരു ജോലി നഷ്ടപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ഉപേക്ഷിക്കുവാൻ തയ്യാറാകും. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടൊരു പ്ലേസ് ഉപേക്ഷിച്ച് വേറൊരു പ്ലേസിലേക്ക് പോകുവാനൊക്കെ തയ്യാറാകും. ഇങ്ങനെയുള്ള വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ ആയിരിക്കും നിങ്ങൾ ആദ്യം കടന്നു പോകുന്നത്. ഞാൻ ഒന്നും നെഗറ്റീവായിട്ട് പറയുകയല്ല. മായയുടെ എനർജി എടുക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിലെല്ലാം നഷ്ടപ്പെടുമെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ഉറപ്പായും ചിലതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമേ ഉള്ളൂ, നഷ്ടപ്പെടുന്നതൊന്നും നിങ്ങളുടേതല്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നല്ലത് വരുത്തുന്ന കാര്യങ്ങൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്ന് മായയുടെ എനർജി, മാ മാ എന്ന് പറയുന്നത് ദൈവം, അമ്മയുടെ എനർജി നിങ്ങളിലേക്ക് എത്തുന്നുവോ അന്ന് തൊട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് എന്ത് തന്നെ ആയാലും, നിങ്ങൾ ചിലപ്പോൾ 10 വർഷമായിട്ട് സ്നേഹിക്കുന്ന ഒരാളായിരിക്കാം, പെട്ടെന്ന് നിങ്ങൾ ബ്രേക്കപ്പ് ആവുകയാണ്, അത് അപ്പോൾ മനസ്സിലാക്കുക ആ ഒരു ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ട് നല്ലത് തരുന്നതായിരിക്കില്ല. അപ്പോഴും പലർക്കും അത് വിശ്വസിക്കാൻ പാടാണ്. അതെന്താണ് അങ്ങനെ? എനിക്ക് ആ വ്യക്തിയെ 10 വർഷമായിട്ട് അറിയാവുന്നതാണ്. ഏതൊരു വ്യക്തിയും ഏതൊരു നിമിഷവും മാറാം. ചിലപ്പോൾ ആ ഒരു വ്യക്തിയുടെ ആയുസ് കുറവായിരിക്കാം. അപ്പോൾ പറയും എങ്കിലും വീട്ടില്ല, കല്യാണം കഴിച്ചിട്ട് അദ്ദേഹത്തിന് വിധവയായിട്ട് ജീവിക്കാം. ചിലപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് അദ്ദേഹം മരിക്കുകയായിരിക്കില്ല ചെയ്യുന്നത്, ചിലപ്പോൾ അദ്ദേഹം തളർന്നു കിടക്കുക ആയിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കാരണം അയാളുടെ ലൈഫിൽ അയാളുടെ പേരൻസിനെയോ ആരെങ്കിലും ഒക്കെ നഷ്ടപ്പെടുകയായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളിലേക്ക് വെറുപ്പുണ്ടാകുവാനുള്ള സാധ്യതയായിരിക്കും വരുന്നത്. നിങ്ങൾക്കറിയില്ല ഇതുകൊണ്ട് മുന്നോട്ട് എന്താണ് പോകുന്നതെന്ന് അറിയില്ല. നമ്മൾ കാണുന്നതെല്ലാം നല്ലതെന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ അതിനും അപ്പുറം ഒരു സൈഡ് നമ്മളെക്കാളും ശക്തിയുള്ള ദൈവങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ നിന്നും പല കാര്യങ്ങളും ഒഴിഞ്ഞു പോകുന്നതായിട്ട് തോന്നുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് അങ്ങനെ ഒഴിഞ്ഞു പോകുന്ന കാര്യങ്ങളെ നിങ്ങൾ പിറകെ നടന്ന് വിളിച്ചു വരുത്താൻ ശ്രമിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയും വലിയ എനർജിയെ ചാനൽ ചെയ്യുവാനായി നിങ്ങൾ എന്തൊക്കെ പ്രതിസന്ധി നേരിടാൻ കഴിയും? നിങ്ങൾ എന്തൊക്കെ തന്നെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ തയ്യാറാണ്? അതാണ് നിങ്ങൾ ആദ്യം ചോദിക്കേണ്ടത്. നിങ്ങളുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ ഒരു കറി വെക്കണമെന്ന് വിചാരിച്ചോ, എന്തെങ്കിലും ഒരു കറി. നിങ്ങളുടെ അടുക്കളയിൽ ഒരുപാട് തരം പാത്രങ്ങൾ കാണും അല്ലെ? കടായി കാണും, അത് 1 ലിറ്ററിന്റെ കാണും, 2 ലിറ്ററിന്റെ കാണും, 5 ലിറ്ററിന്റെ കാണും, കുക്കർ കാണും, പല പല ലിറ്ററിന്റെ പുട്ടുകുറ്റി കാണും, ഇടിയപ്പ പാത്രം കാണും. നിങ്ങൾക്കിപ്പോൾ സാമ്പാർ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇടിയപ്പ പാത്രത്തിനകത്ത് വെക്കുമോ? അല്ലെങ്കിൽ പുട്ടുകുറ്റിയിൽ വെക്കുമോ? ഇല്ല. അതിന് നിങ്ങൾ കുക്കർ തന്നെയായിരിക്കും തിരഞ്ഞെടുക്കുക അല്ലെ? എന്തുകൊണ്ടാണ്? ഓരോ പാത്രങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതിന് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു വിഭവത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അല്ലെ? അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഓരോ എനർജിയും അല്ലെങ്കിൽ ഓരോ ദൈവങ്ങളും നിങ്ങളിലേക്ക് വരുന്നതിന് കാരണം നിങ്ങളുടെ ലൈഫ് പർപ്പസിനനുസരിച്ചായിരിക്കും.
നിങ്ങളുടെ ലൈഫ് പർപ്പസ് പണം ഉണ്ടാക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പ്രശ്നമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിക്കോട്ടെ, കരിയർ പ്രശ്നങ്ങളായിക്കോട്ടെ, എന്തൊക്കെ തന്നെ ആയാൽ തന്നെയും നിങ്ങൾക്കൊരു സ്പിരിച്വൽ ആയിട്ട് ലീഡ് ചെയ്യുവാൻ നിങ്ങൾക്കൊരു സ്പിരിച്വൽ ടീച്ചറിനെ, മെന്ററിനെ, അതല്ലെങ്കിൽ ഗുരുവിനെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. അറിവ് ദോഷം ചെയ്യും. നിങ്ങൾ വായിച്ചറിഞ്ഞതോ അതല്ലെങ്കിൽ യൂട്യൂബ് വഴി അറിയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അതൊന്നും കംപ്ലീറ്റ് ആയിരിക്കണമെന്നില്ല. ഒരു പൂജയുടെ തുടക്കം അല്ലെങ്കിൽ ഒരു പൂജ എങ്ങനെ ചെയ്യാം എന്ന് മാത്രമേ ഒരു യൂട്യൂബിൽ പറയുള്ളൂ. അതിന്റെ ആദ്യത്തെ ഒരുക്കം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ പൂജ അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയായിരിക്കണം എന്നൊന്നും ഒരു യൂട്യൂബിലും അത്രയും വിശദമായിട്ടൊന്നും ആരും ചെയ്യുകയില്ല. അപ്പോൾ നിങ്ങൾ ഈ യൂട്യൂബ് ചെയ്ത് കേട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മുറി അറിവുകളായിരിക്കും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കർമ്മത്തിനെ കംപ്ലീറ്റ് ആക്കാതെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നത് എന്താണോ, ഏത് കർമ്മമാണോ എന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ചെയ്യുന്ന കർമ്മം കറക്റ്റായിട്ട് ചെയ്യുകയും കറക്റ്റായി സ്റ്റാർട്ട് ചെയ്യുകയും അവസാനിപ്പിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്പിരിച്വൽ മെന്റർ ആവശ്യമായിട്ടുണ്ട്. നിങ്ങൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു ടീച്ചറിനെ വെച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അക്ഷരമൊക്കെ പഠിച്ച് ഭാഷയൊക്കെ വായിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഈ ടീച്ചറിന്റെ ആവശ്യം, ഒരു ഗുരുവിന്റെ ആവശ്യം? നിങ്ങൾക്ക് സ്വന്തമായിട്ട് വായിച്ച് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ, അല്ലേ? നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങൾ ഒരു വഴിയിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ അത് ചോദിക്കുവാൻ നിങ്ങൾക്ക് ഒരാൾ വേണം. അതാണ് നിങ്ങളുടെ മെന്റർ, ഗുരുവായിട്ടുള്ള വ്യക്തി. നിങ്ങൾക്ക് സ്വയമേ മനസ്സിലാകുന്നതിന്റെ അപ്പുറം ഈ മെന്റർ എന്ന് പറയുന്നവർക്കും ഗുരു എന്ന് പറയുന്നവർക്കും അവരുടെ ലൈഫിൽ ഒരുപാട് പേരെ കണ്ടുവരുന്നത് കൊണ്ടും അവരുടെയൊക്കെ ലൈഫ് മനസ്സിലാക്കുന്നതൊക്കെ കൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളും, പല പ്രതിസന്ധികളും മനസ്സിലാക്കുവാനും നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു തരുവാനും ഡയറക്ഷൻ പറഞ്ഞു തരാനും സാധിക്കും. നിങ്ങൾ ഒറ്റയ്ക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്നു കരുതുക. ഗൂഗിൾ മാപ്പ് എപ്പോഴും ശരിയൊന്നും അല്ല. ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് ഒരു സ്ഥലത്ത് ചിലപ്പോൾ എത്താൻ പറ്റിയെന്നിരിക്കും. നിങ്ങൾ തനിയെ നടന്നു പോവുകയാണ്, ആരടുത്തും ചോദിക്കത്തില്ല. നിങ്ങളുടെ ഈഗോയാണ്, ഞാൻ ആരടുത്തും ചോദിക്കത്തില്ല, തനിയെ നടന്നു പോവുകയാണ്. വഴികളൊക്കെ നോക്കി നിങ്ങൾ ആ ബോർഡൊക്കെ വായിച്ചൊക്കെ പോവുകയാണ്. ചിലപ്പോൾ നിങ്ങൾ 1 മണിക്കൂർ എടുത്തെന്നിരിക്കും. അതേസമയം നിങ്ങൾ ആ വഴിയിൽ കാണുന്ന ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് എത്തേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വഴിയിൽ കാണുന്ന വ്യക്തികളാണ് നിങ്ങളുടെ ഗുരു. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെ ഒരു ഗുരുവായിരിക്കില്ല വരുന്നത്. പല ഗുരുക്കന്മാർ വരും. നിങ്ങൾ പല പൂജാരിമാരെ കണ്ടുപോകുന്നത് എന്തിനാണ്, പല ഡോക്ടർമാരെ കാണുന്നത് എന്തിനാണ്? ഒരേ പ്രശ്നത്തിന്. മുട്ടുവേദനയ്ക്ക് തന്നെ നിങ്ങൾ എത്ര ഡോക്ടർമാരെ കണ്ടിട്ടുണ്ടായിരിക്കും? ഇതിൽ എത്ര പേര് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്? ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ എത്ര പേരെ കണ്ടിട്ടുണ്ട് ഇതേ പ്രശ്നം? 10 ഡോക്ടറിനെങ്കിലും കാണും. എന്തിന് കാണണം? 10 പേരും പഠിച്ചത് ഒരേ മെഡിക്കൽ സിസ്റ്റം. 10 പേർക്കും അറിയാവുന്നത് മെഡിസിന്റെ കാര്യങ്ങളൊക്കെ തന്നെ ഒന്നാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ 10 പേരെ കാണുന്നത്? നിങ്ങൾക്ക് അതിൽ ഒരു ഡോക്ടറിനെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അവരുടെ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് ഫലിക്കും. എന്തുകൊണ്ടാണ്? ചിലപ്പം അവര് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ അവർ നിങ്ങളോട് സംസാരിക്കുന്ന രീതി, കാര്യങ്ങൾ പറഞ്ഞു തരുന്ന രീതി, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർക്കുള്ള എക്സ്പീരിയൻസിലുള്ള നിങ്ങളുടെ കോൺഫിഡൻസ് ഒക്കെ കൊണ്ടായിരിക്കാം ഒരു ഡോക്ടറിൽ നിങ്ങൾക്ക് ഫലം കാണുന്നത്. അതേ ഡോക്ടറിൽ പക്ഷെ വേറൊരാൾക്ക് ഫലം വരില്ല. എന്തുകൊണ്ടാണ്? കാരണം ഇയാളുടെ ജീവിതത്തിൽ ആ ഡോക്ടർ ഡെസ്റ്റിൻഡ് അല്ല. നിങ്ങളുടെ ലൈഫിലേക്ക് ഓരോരുത്തരും വരുന്നത് അവരൊക്കെ നിങ്ങളുടെ ലൈഫുമായിട്ട്, ഡെസ്റ്റിനിയുമായിട്ടൊക്കെ ഒരു ഭാഗമായിട്ടുള്ളവരാണ്. നിങ്ങൾ പിറകെ പോയി കണ്ടുപിടിക്കുന്ന ചില ആളുകൾ നിങ്ങളുടെ ലൈഫുമായിട്ട് ഡിസ്റ്റൈൻഡ് ആയിട്ടുള്ളവരായിരിക്കത്തില്ല. അങ്ങനെയുള്ളവരാണ് നിങ്ങളുടെ ലൈഫിൽ പ്രത്യേകിച്ചൊരു ഗുണവും ഇല്ലാണ്ടായി പോവുകയും നിങ്ങൾ അവരിൽ നിന്ന് വഴിമാറി പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ചിലപ്പോൾ ഞാനായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സ്പിരിച്വൽ ഗുരുവായി വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രതിസന്ധിയിൽ ചിലപ്പോൾ ഞാനായിരിക്കാം നിങ്ങളെ സഹായിക്കാൻ പോകുന്നത്. ഉറപ്പൊന്നുമില്ല കേട്ടോ, എനിക്കറിയില്ല ഇതിൽ എത്ര പേർക്ക് ഞാൻ വഴി എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തമ്മിലൊരു ഡെസ്റ്റിനി ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു കോളിംഗ് വരികയാണ്, ഇയാളാണ് എനിക്ക് എൻ്റെ ലൈഫിലേക്ക് ഒരു സഹായമാകുന്നത് എന്ന് തോന്നുകയാണെങ്കിൽ, അങ്ങനൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ചൈതന്യമാണ്. അങ്ങനെ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അത് ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ഏതൊരു ഗുരു ആയിക്കോട്ടെ, നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യുക, അവരുടെ അടുത്ത് പോയി കൺസൾട്ടേഷൻ ഒക്കെ എടുക്കുക. അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞു എന്ന് കരുതിയിട്ട് ഒരാളുടെ പിറകെ പോകാതിരിക്കുക. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ എടുക്കണമെന്ന് തോന്നുന്ന ഒരു ഗുരു ഉണ്ടെങ്കിൽ ആ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് കൺസൾട്ടേഷൻ എടുക്കുക. കാരണം നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ഓരോ മെസ്സേജുകളും നിങ്ങൾ
നിങ്ങൾ വിശ്വസിക്കുന്ന ചൈതന്യം അല്ലെങ്കിൽ ആ ഒരു ദൈവം, ആ ഒരു ശക്തി നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും. പല കാര്യങ്ങളും നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ചില കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ചില ചില കാര്യങ്ങൾ നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അപ്പോൾ തന്നെ അതിനനുസരിച്ച് ആക്ഷൻ ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്തുവാൻ, അത് എന്ത് തന്നെ ആയാലും, സാമ്പത്തികമായാലും, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയാലും, കരിയർ വൈസ് ആയാലും, ഹെൽത്ത് ഇഷ്യൂസ് ആയാലും, എന്ത് തന്നെ ആയാലും, ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സ്പിരിച്വൽ കൺസൾട്ടേഷൻസ് ഉണ്ട്, അതേപോലെ ഫെങ്ഷുയി വാസ്തുവിന്റെ കൺസൾട്ടേഷൻ ഉണ്ട്, ന്യൂമറോളജി ഉണ്ട്, ചക്ര ഹീലിംഗ് ഉണ്ട്, റേക്കി ഹീലിംഗ് ഉണ്ട്, അതേപോലെ ടാരോട്ട് റീഡിങ്ങും ഉണ്ട്. ഇങ്ങനെയുള്ള ഏതൊരു സ്പിരിച്വൽ സൊല്യൂഷന് വേണ്ടിയിട്ടും ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോണ്ടാക്ട് ചെയ്യുന്നവർ ആദ്യം വാട്സപ്പിൽ നിങ്ങളുടെ പേരും സ്ഥലവും പ്രശ്നവും എന്താണെന്ന് എഴുതിയതിനു ശേഷം മാത്രം, അതിന് റിപ്ലൈ കിട്ടിയതിന് മാത്രം കോൾ ചെയ്യുക. കാരണം എല്ലാ സമയത്തും കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കത്തില്ല. ചിലപ്പോൾ കൺസൾട്ടേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോളുകൾ അറ്റൻഡ് ചെയ്യില്ല. എന്നും കരുതി നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യില്ല എന്നല്ല, അത് ഫ്രീ ആവുന്ന സമയത്ത് നോക്കി അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ കളിയാക്കുവാനും പരീക്ഷിക്കുവാനുമായിട്ട് വരുന്നവർക്കായിട്ടാണ്. അങ്ങനെ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. എന്തിനാണ്? നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തൊരു കാര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കണ്ട. ആരും നിർബന്ധിക്കുന്നില്ല, ഞാൻ നിർബന്ധിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെ നിർബന്ധിക്കുന്നില്ല നിങ്ങൾ മെസ്സേജ് ചെയ്യാനോ ഇതൊക്കെ വിശ്വസിക്കുവാനായിട്ടൊക്കെ. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, വിശ്വാസമില്ലെന്നുണ്ടെങ്കിൽ തള്ളിക്കളഞ്ഞു പോവുക. അതാണ് വേണ്ടുന്നത്. വെറുതെ പരീക്ഷിക്കാൻ നിന്നും അതേപോലെ തന്നെ കളിയാക്കുവാനായിട്ടൊക്കെ വന്നിട്ട് ലൈഫിൽ തിരിച്ചടികൾ കിട്ടി വന്ന ആളുകളുണ്ട് എൻ്റെ അടുത്ത്. അവർ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ കളിയാക്കാനായിട്ടൊക്കെയാണ് വന്നതെന്നും അതിന് വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും ചെയ്തിട്ടുമുണ്ട്. അത് കഴിഞ്ഞ് അവർ തന്നെ വന്ന് ക്ഷമ ചോദിച്ചതാണ്. ഈ ഒരു വ്യക്തിയൊന്നും ഞാൻ അറിയുന്നതല്ല, ഇവരിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്. അവർ തന്നെയാണ് വന്ന് ക്ഷമ ചോദിച്ച് പറഞ്ഞതും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഇവിടെ നിന്നല്ല എവിടെയും, അതൊരു ഏത് മതത്തിലെ ആയാലും, ഏതൊരു എന്താ പറയുക വിശ്വാസത്തെ ആയാലും, ഏതൊരു പൂജയിലും ഒന്നും ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, വിശ്വാസമില്ലെന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യുക. നിങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് കരുതി ആ ഒരു കാര്യം സത്യമല്ലാതെ ആകില്ല. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. നിങ്ങൾ ഈ ലോകത്തില് പല അണുക്കളിൽ ഒന്നാണ്, അല്ലാതെ നിങ്ങളല്ല ഈ ലോകം. പലരുടെയും വിചാരം അവരാണ് ലോകം, അവരാണ് ഈ ലോകത്തിനെ കൺട്രോൾ ചെയ്യുന്നത്, അവർക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഈ ലോകത്തുള്ളൂ, അവർക്കറിയാവുന്നതൊക്കെയാണ് സത്യം, അതിനപ്പുറത്തൊന്നും സത്യമല്ല. നിങ്ങളുടെ ചിന്തയാണ്, നിങ്ങൾക്ക് എന്ത് വേണേലും ചിന്തിക്കാം. പക്ഷെ അതുകൊണ്ട് മറ്റുള്ളവരെ ദോഷം ചെയ്യാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ വീഡിയോയിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാനും ദ്രോഹം ചെയ്യാനുമായിട്ടും ഒരു രീതിയിലുള്ള പൂജാകർമ്മങ്ങളും ചെയ്യാതിരിക്കുക. അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യാതിരിക്കുക. അവനവന്റെ കർമ്മത്തിന്റെ ഫലം അവനവന് കിട്ടും. നിങ്ങൾ എന്ത് കർമ്മം ചെയ്താലും അതിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും അതിന്റെ ഫലവും നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ബന്ധപ്പെടാതിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ നല്ല എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ നമ്പറിൽ. താങ്ക് യു. ബൈ.